Welcome all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. As a continuation of the last class, today also we are trying to discuss about some problems, some sample problems from the section probability. So, today we will discuss 4 questions. And the first question, what is the chance that a leap year selected at random will contain 53 Sundays? ഒരു ലീപ്പ് ഇയറിനെ ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 366 ഡേയ്സ് ഉള്ളത് ഫെബ്രുവരി 29 എന്ന് പറയുന്ന ഒരു ഡേറ്റും കൂടെ എക്സ്ട്രാ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഇയർ ആണ് എന്ത് ലീപ്പ് ഇയർ. ദാറ്റ് ഈസ് ടോട്ടൽ ആ ഇയറിൽ എത്ര ഡേയ്സ് ഉണ്ടാവും? 366 ഡേയ്സ് ഉണ്ടാവും. അപ്പം 366 ഡേയ്സ് ഉള്ള ഒരു വർഷം ആ ലീപ്പ് ഇയറിൽ 53 സൺഡേയ്സ് ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി അഥവാ ചാൻസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക, ഈ ഒരു ലീപ്പ് ഇയറിൽ 53 സൺഡേയ്സ് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെയെങ്കിൽ ഒരു ലീപ്പ് ഇയറിൽ എത്ര വീക്സ് ഉണ്ടെന്ന് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ലീപ്പ് ഇയറിനെ സംബന്ധിച്ച് 366 ഡേയ്സ് അല്ലേ. ആ 366 ഡേയ്സിനെ 7 ഡേയ്സ് വീതം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 ഡേയ്സ് ആണ് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഒരു എത്ര വീക്സ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും അല്ലേ. ഒരു വീക്ക് എന്ന് പറയുന്നത് 7 ഡേയ്സ് ആണ്. Therefore ഈ ടോട്ടൽ 366 ഡേയ്സിനെ 7 ഡേയ്സ് വീതം പെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ 7 ഡേയ്സ് വീതം ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് വീക്സിൻ്റെ എണ്ണം കിട്ടും അല്ലേ. സോ ഈ 366 ഡേയ്സിനെ ഞാൻ എന്തുകൊണ്ട് 7 ഡേയ്സ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 366 ഡിവൈഡ് ബൈ 7, 7 5s are 35, 1 balance 16, again 7 2s are 14, balance 2. അപ്പോൾ ഈ ഡിവിഷൻ പ്രൊസീജിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് 366നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ the quotient is 52 and the remainder is 2. That means 366 ഡേയ്സിനെ 7 ഡേയ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ I got 52 7 days and remaining 2 days. അതായത് 366 ഡേയ്സ് അഥവാ ഒരു ലീപ്പ് ഇയറിനെ 7 ഡേയ്സ് ഉള്ള ഓരോ ആഴ്ചകളായിട്ട് ഡിവൈഡ് ചെയ്താൽ I got 52 weeks and remaining 2 weeks. അപ്പോൾ ഒരു ലീപ്പ് ഇയറിൽ നമുക്ക് ടോട്ടൽ എത്ര വീക്സ് ഉണ്ട്? 52 വീക്സ് ആർ ദെയർ ആൻഡ് ഓൾസോ എക്സ്ട്രാ 2 ഡേയ്സും ഉണ്ട്. അപ്പോൾ 52 ആഴ്ചകളും 2 ദിവസവും കൂടെ കൂടി ചേരുന്നതാണ് എന്ത് ഒരു ലീപ്പ് ഇയർ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട എന്താണ്? What is the chance that a leap year selected in random will contain 53 Sundays? 53 സൺഡേകളുള്ള ലീപ്പ് ഇയർ ഉണ്ടാവാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ലീപ്പ് ഇയറിൽ 53 സൺഡേയ്സ് ഉണ്ടാകാനുള്ള ചാൻസ് അഥവാ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിവിഷൻ പ്രൊസീജിയറിലൂടെ നമുക്ക് മനസ്സിലായി ഒരു ലീപ്പ് ഇയറിൽ ദർ എക്സിസ്റ്റ് 52 വീക്സ് ആൻഡ് 2 എക്സ്ട്രാ ഡേയ്സ്. അപ്പോൾ 52 വീക്സ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ദർ ആർ 52 സൺഡേയ്സ്. ഓരോ ആഴ്ചയിലും ഓരോ സൺഡേ വെച്ച് ദർ ആർ 52 സൺഡേയ്സ് ആർ ദർ. ഇനി ഒരു 53rd സൺഡേ എക്സിസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എവിടെയാണ് വരുന്നത്? ഈ എക്സ്ട്രാ വരുന്ന 2 ദിവസങ്ങളിലാണ് അല്ലേ. അപ്പോൾ ഏത് ലീപ്പ് ഇയർ എടുത്തു കഴിഞ്ഞാൽ 52 സൺഡേസ് കൺഫേംഡ് ആണ്. ഇനി 53rd സൺഡേ 53ാമത് ഒരു സൺഡേ ഒരു 53ാമത് ഉള്ളൊരു സൺഡേയും കൂടെ എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൺഡേ വരുന്നത് ഈ എക്സ്ട്രാ വരുന്ന ഈ 2 ദിവസങ്ങളിലായിരിക്കണം അല്ലേ. അപ്പോൾ ഈ എക്സ്ട്രാ വരുന്ന 2 ഡേയ്സിന് ടോട്ടൽ നമുക്ക് 7 പോസിബിലിറ്റീസ് നമുക്ക് അനലൈസ് ചെയ്യാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 ഡേയ്സ് തന്നെ അടുത്തടുത്ത് തന്നെ വരും അല്ലേ. കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഡേയ്സ് ആയിരിക്കും എക്സ്ട്രാ 2 ഡേയ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി എ സൺഡേ മൺഡേ ഓർ ദ 2 ഡേയ്സ് ക്യാൻ ബി മൺഡേ ട്യൂസ്ഡേ ഓർ ഇറ്റ് ക്യാൻ ബി ട്യൂസ്ഡേ വെനസ്ഡേ, വെനസ്ഡേ തേഴ്സ്ഡേ, Thursday Friday, Friday Saturday or Saturday Sunday. അപ്പോൾ ഈ ആ ലീപ്പ് ഇയറിൽ എക്സ്ട്രാ വരുന്ന 2 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സൺഡേ മൺഡേ ആകാം, അല്ലെങ്കിൽ മൺഡേ ട്യൂസ്ഡേ ആവാം, ട്യൂസ്ഡേ വെനസ്ഡേ, വെനസ്ഡേ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ,
ഫ്രൈഡേ സാറ്റർഡേ ഓർ സാറ്റർഡേ സൺഡേ. ഈ അടുത്തടുത്ത് കോൺസിക്യൂട്ടീവ് വരുന്ന ഡേയ്സുകൾ മാത്രമേ വരുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഏതെങ്കിലും ഒരു പോസിബിലിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പോസിബിലിറ്റി ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഈ 2 days എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 53 Sundays ഇൻ എ ലീപ്പ് ഇയർ എന്ന് പറയുമ്പോൾ ആ 53 സൺഡേ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ പോസിബിൾ ആയിട്ടുള്ള കേസ് എത്രണ്ണേ ഉള്ളൂ? ഈ 7 പോസിബിലിറ്റിയേ ഉള്ളൂ. കാരണം 52 സൺഡേയുടെ കൂടെ ഒരു സൺഡേയും കൂടെ എക്സ്ട്രാ വരണം എന്നുള്ളതാണ് നമ്മൾ 53rd സൺഡേ ഉണ്ടാവാനുള്ള ആ ഒരു ചാൻസ്. അപ്പം ആ 53rd സൺഡേ ഉണ്ടാവാൻ, അല്ലെങ്കിൽ 53 Sundays ഉണ്ടാവാനായിട്ട് ടോട്ടൽ എത്ര പോസിബിൾ കേസാണുള്ളത്? There are 7 possible cases are there. Therefore, in probability of having 53 Sundays in a leap year is equal to, അവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസ് ഏതാണ്? 53rd സൺഡേ, 53 Sundays ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഈ 7 പോസിബിൾ കേസാണുള്ളത്. Therefore, ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ് ഈസ് 7. അതിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കേസുകൾ എത്ര? നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കേസുകളിൽ എന്ത് വേണം? 53ാമത്തെ ആ 2 ദിവസങ്ങളിൽ ഒരെണ്ണം എന്തായിരിക്കണം? സൺഡേ. ഈ എക്സ്ട്രാ വരുന്ന 2 daysന്റെ പോസിബിലിറ്റിയാണ് നമ്മൾ എഴുതിയത്. ആ എക്സ്ട്രാ വരുന്ന 2 daysൽ ഏതെങ്കിലും ഒരു ദിവസം സൺഡേ ആയാൽ മാത്രമേ അത് 53rd സൺഡേ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഇവിടെ നമ്മളുടെ ഫേവറബിൾ കേസസ് 2 മാത്രമാണ് ഉള്ളത്. ദാറ്റ് ഈസ് സൺഡേ, മൺഡേ ആൻഡ് സാറ്റർഡേ, സൺഡേ. ഈ 2 കേസുകൾ മാത്രമാണ് ഈ ടോട്ടൽ നമ്പർ ഓഫ് കേസുകളിൽ എന്തായിട്ട് നമുക്കുള്ളത്? നമ്മളുടെ ഫേവറബിൾ കേസസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻ ദിസ് പ്രോബബിലിറ്റി ഡെഫിനിഷൻ ദ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ഈസ് ഈക്വൽ ടു 2. Hence, we can say that the probability of having 53 Sundays in a leap year is equal to 2/7. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. And let's move on to the second question. A ball is drawn from a box containing 6 red, 3 white and 5 green balls. What is the probability that a ball drawn at random is red, white, green and not red? 4 ഇവൻസ് ആണ് പറഞ്ഞെങ്കിൽ 4 ഇവൻസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് ക്വസ്റ്റ്യൻ്റെ പ്ലോട്ട് എന്താ തന്നിരിക്കുന്നത്? ഒരു ബോക്സിൻ്റെ കേസാണ്. ഒരു ബോക്സിൽ നിന്നും ഒരു ബോൾ ഡ്രോ ചെയ്യുന്ന കേസാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ കാർഡ്സ് പാക്ക് ഓഫ് ഡെക്ക് അല്ലെങ്കിൽ ഡെക്ക് ഓഫ് കാർഡ്സിൽ നിന്നും കാർഡ് ഡ്രോ ചെയ്യുന്ന കേസ് പറഞ്ഞു അല്ലേ? അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ബോക്സാണ്. ഒരു ബോക്സിനകത്ത് എന്തുണ്ട്? 6 red cards are there, 3 white cards are there and 5 green cards are there അല്ലേ? അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്ലോട്ട് നമുക്ക് ചോദിച്ചിരിക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി that a ball drawn at random is a red card? അതാണ് നമ്മുടെ ഫസ്റ്റ് ഇവന്റ്. സോ ലെറ്റ് ദ ഇവന്റ് എ is equal, first event ഏതാണ്? The ball drawn at random is a red ball or getting a red ball. എങ്ങനെ വേണമെങ്കിലും എഴുതാം ഇവന്റ്. ഞാനിപ്പോൾ തൽക്കാലം എളുപ്പത്തിനായിട്ട് getting a red ball എന്ന് എഴുതുന്നു. Getting a red ball is my first event. Then we have to find the probability of that event, probability of A. A probability of A by means of classical definition, it is equal to number of favorable cases by total number of possible cases. ഇവിടെ ഈ ഒരു ബോക്സിനെ സംബന്ധിച്ച് ഈ ബോക്സിൽ നിന്നും നമുക്ക് ഏതെങ്കിലും ഒരു ബോൾ ചൂസ് ചെയ്യാൻ ആണെങ്കിൽ അവിടെ എത്ര പോസിബിലിറ്റീസ് ഉണ്ട് ബോൾ ചൂസ് ചെയ്യാനായിട്ട്? ഇവിടെ ടോട്ടൽ എനിക്ക് 6 + 3 9 + 5 that is 14 balls ആണ്. 14 balls ആണ് ഇവിടെ ഉള്ളത്. ഈ ബോക്സിനകത്ത് എനിക്ക് ടോട്ടൽ ഉള്ളത്. Therefore ആ ബോക്സിൽ നിന്നും ഒരു ബോളിനെ ഡ്രോ ചെയ്യാൻ അല്ലെങ്കിൽ ആ ബോൾസിൽ നിന്ന് ടോട്ടൽ എനിക്ക്
എത്ര ബോൾസിനെ ഡ്രോ ചെയ്യാം? 14 ബോൾസിനെ എനിക്ക് ഡ്രോ ചെയ്യാം അല്ലേ. സോ എനിക്ക് തന്നിരിക്കുന്ന ബോക്സിനെ സംബന്ധിച്ച് ആ ബോക്സിൽ 14 ബോൾസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ടോട്ടൽ എത്ര ബോൾസ് ഡ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്? 14 ബോൾസ് ഡ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഹെൻസ് ഹിയർ ദ നമ്പർ ഓഫ് പോസിബിൾ കേസ് ഈസ് ഈക്വൽ ടു 14. ആൻഡ് വാട്ട് അബൌട്ട് ദ നമ്പർ ഓഫ് ഫേവറബിൾ കേസ്? ആ 14 ബോളുകളിൽ എൻ്റെ ഫേവറബിൾ കേസ്, ഞാൻ 14 ബോൾ എനിക്ക് എടുക്കാൻ സാധിക്കും. ആ 14 ബോളുകളിൽ എൻ്റെ ഫേവറബിൾ കേസ് ഏതാണ്? ഗെറ്റിംഗ് എ റെഡ് ബോൾ. അപ്പോൾ ഞാൻ എടുക്കുന്ന ആ പോസിബിൾ കേസുകളിൽ റെഡ് ബോൾ എത്ര കേസുകളിൽ ഉണ്ടാവാം എന്നതിനെ പറ്റിയാണ് എനിക്ക് എൻ്റെ ഫേവറബിൾ കേസായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ഇവിടെ എനിക്ക് ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗെറ്റിംഗ് എ റെഡ് ബോൾ ആണ്. അപ്പോൾ ഈ 14 ബോളുകളിൽ എനിക്ക് എത്ര റെഡ് ബോൾസ് ഉള്ളത്? 6 റെഡ് ബോൾസ് ആണുള്ളത്. അപ്പോൾ ഞാൻ ഈ ബോക്സിൽ ഞാൻ ബോൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ബോൾ ഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിൽ 6 കേസുകൾ, 6 ബോൾസ് എനിക്ക് ഏത് കളറിൽ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും? റെഡ് കളറിൽ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഹിയർ ദ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഈസ് 6, whereas the number of possible cases is 14. So the probability of getting a red ball is 6 by 14. What about the second one? What is the probability that the ball drawn at random is a white ball? That is, let the second event B is equal to getting a white ball. Therefore probability of B. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെഡ് ബോളിന് പകരം എന്ത് ചെയ്യുന്നു? വൈറ്റ് ബോളാണ് എനിക്ക് ചൂസ് ചെയ്യേണ്ടതെങ്കിൽ എൻ്റെ ഫേവറബിൾ കേസ് എത്ര എണ്ണമാണുള്ളത്? 3 വൈറ്റ് ബോൾസ് എനിക്ക് ബോക്സിനകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ദ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഈസ് 3 and the total number of possible cases is 14. Therefore probability of getting a white ball is 3 by 14. What about the next question? Getting a green ball. Therefore the next event is let C is equal to getting a green ball. Therefore probability of C is, here the favorable case is getting a green ball. Here there are 5 green balls are there. Therefore there exist 5 favorable cases for the event. Therefore in P of the number of favorable cases is 5 and the total number of possible cases is 14. Therefore probability of getting a green ball is 5 by 14. And the last question is, find the probability that the ball drawn at random is not red. Therefore let the last event D is equal to not getting a red ball. അല്ലേ? അതായത് ഈ കിട്ടുന്ന ബോളുകൾ എന്താവരുത്, ഞാൻ ഡ്രോ ചെയ്യുന്ന ഒരു ബോൾ എന്താവരുത്? ഇറ്റ് ഈസ് നോട്ട് റെഡ് ആവരുത്. അഥവാ റെഡ് കിട്ടാതിരിക്കാനുള്ള പോസിബിലിറ്റി അല്ലേ? ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് എ ബോൾ ഡ്രോൺ അറ്റ് റാൻഡം ഈസ് നോട്ട് റെഡ്? ആ റാൻഡമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ബോൾ എന്താവരുത്? റെഡ് ആവരുത്. അഥവാ റെഡ് ബോൾ കിട്ടാതിരിക്കാനുള്ള പ്രോബിലിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ ഇവന്റ് ഡി ഈസ് നോട്ട് ഗെറ്റിംഗ് എ റെഡ് ബോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇവന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇവന്റ് ഈസ് നോട്ട് ഗെറ്റിംഗ് എ റെഡ് ബോൾ ആൻഡ് എ എന്ന് പറയുന്ന ഇവന്റ് എന്താണ്? ഗെറ്റിംഗ് എ റെഡ് ബോൾ അല്ലേ? അപ്പൊ എ എന്ന് പറയുന്ന ഇവന്റ് ഒരു റെഡ് ബോൾ കിട്ടുക എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം ദ ഇവന്റ് ഡി ഈസ് നോട്ട് ഗെറ്റിംഗ് എ റെഡ് ബോൾ. റെഡ് ബോൾ കിട്ടരുത്. അതായത് ഈ എ എന്ന് പറയുന്ന ഇവന്റും ഡി എന്ന് പറയുന്ന ഇവന്റും ഹിയർ ദേ ആർ കോംപ്ലിമെന്ററി ഇവന്റ്സ്. ഒന്നിനോട് കോംപ്ലിമെന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ആണ്. ദാറ്റ് ഈസ് വി ക്യാൻ സേ ദാറ്റ് ദ ഇവന്റ് ഡി is equal to a complement. A എന്ന് പറയുന്ന ഇവന്റിന്റെ കോംപ്ലിമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഡി എന്ന് പറയുന്ന ഇവന്റ് എന്ന് പറയുന്നത്. Therefore by means of definition we can say that പണ്ട് നമ്മൾ കോംപ്ലിമെന്ററി ഇവന്റ്സിനെ പറ്റി നമ്മൾ അതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, എ എന്ന് പറയുന്ന ഇവന്റിന്റെ കോംപ്ലിമെന്റ് ആണ് എ കോംപ്ലിമെന്റ് എങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി എന്ന് പറയുന്നതാണ് എ കോംപ്ലിമെന്റ്. Therefore ഡി എന്ന് പറയുന്നത് ഇവന്റെ എ കോംപ്ലിമെന്റ് ആണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഡി എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ആയിരിക്കും. പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഡെഫിനിഷൻ എന്താണ്? ഈസ് ഈക്വൽ ടു
1 minus probability of A. That is equal to 1 minus probability of A, and then it is 6 by 14. Therefore 1 minus 6 by 14, which is equal to 8 by 14. Therefore the probability of not getting a red ball is 8 by 14. So that's about the second question. Let's move on to the third question. Third question is, a die is thrown. Find the probability of getting a 4, an even number, and a number less than 3. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളിപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതിനകത്ത് നമ്മൾ കോയിൻ ടോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഒരു കാർഡ് ഡ്രോ ചെയ്യുന്ന കാര്യം പറഞ്ഞു, ബോൾസ് ഡ്രോ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി ഇപ്പോൾ അടുത്തൊരു റാൻഡം എക്സ്പെരിമെൻ്റ് ആയ ഡൈ ത്രോയിങ്ങിലേക്ക് വരികയാണ്. ഒരു ഡൈ നമ്മൾ ത്രോ ചെയ്യും. ഇപ്പോൾ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമ്പോൾ നമ്മൾ ഡൈസ് ത്രോ ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഒരു ഡൈയെ സംബന്ധിച്ച് ഡൈക്ക് എത്ര ഫേസുകളുണ്ട്? 6 ഫേസസ് ആർ തയ്യാർ. 6 ഫേസുകളുണ്ടല്ലേ. 1 മുതൽ 6 വരെ നമ്പർ ചെയ്ത് 6 ഫേസുകളാണ് ഒരു ഡൈക്കകത്ത് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡൈ ഞാൻ ത്രോ ചെയ്യുമ്പോൾ ഈ തന്നിട്ടുള്ള ഇവൻറ്റ്സ് ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ നമ്മളുടെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണ്? ത്രോയിങ് എ ഡൈ. അങ്ങനെ ഒരു ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? 1 വരാം, 1 എന്ന് പറയുന്ന ഫേസ് വീഴാം, ഗെറ്റിംഗ് 2, getting the phase 3, getting the phase 4, getting the phase 5 and getting the phase 6. ഈ 6 ഫേസുകളും നമുക്ക് ഔട്ട്കം ആയിട്ട് നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് പറയാം അവിടുത്തെ ടോട്ടൽ ഔട്ട്കംസ് എത്രണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ആ 6 ഔട്ട്കംസിനെയും ഞാനൊരു സെറ്റായിട്ട് എഴുതുകയാണെങ്കിൽ that becomes my sample space, and here when a die is thrown, the sample space S is equal to set 1, 2, 3, 4, 5 and 6. 6 ഫേസുകൾ അപ്പിയർ ചെയ്യുക. സോ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഈസ് 1, 2 എക്സെട്ര അപ് ടു 6 ആണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മുടെ ഫസ്റ്റ് ഇവൻ്റ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ 4. ഈ തന്നിട്ടുള്ള ഔട്ട്കംസിൽ 4 എന്ന് പറയുന്ന ഇവൻ്റാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ 4 എന്ന ഔട്ട്കമാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഇവൻ്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. Therefore let the first event A is equal to getting a 4. ഈ തന്നിട്ടുള്ള ഔട്ട്കംസിൽ 4 കിട്ടാനുള്ള 4 അപ്പിയർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി P of A is equal to, by classical definition it is number of favorable cases by total number of possible cases. ഇവിടെ നമ്പർ ഓഫ് പോസിബിൾ കേസ് എത്രയാണുള്ളത്? 6 പോസിബിൾ കേസാണ് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ. there are 6 outcomes and hence there are 6 possible cases. What about a favorable case? നമ്മൾ ഇവിടുത്തെ favorable case ഏതാണ്? we are expecting the case of getting 4, getting the phase 4. 4 എന്ന് പറയുന്ന ഫേസ് ആണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഫേസ്. അപ്പോൾ ഈ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ആ 4 എന്ന് പറയുന്ന ഫേസ് എത്ര വട്ടം വീഴും? ഒരൊറ്റ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ ആ ഡൈ ത്രോ ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യാം? 4 എന്ന് പറയുന്ന ഫേസ് ഒരു വട്ടം വീഴത്തുള്ളൂ. ഒരു പ്രാവശ്യം ഡൈ ത്രോ ചെയ്യുമ്പോൾ ഒരു വട്ടമേ 4 വീഴാനുള്ള ചാൻസ് ഉള്ളൂ. ഫോർ കേസ് 4 വീഴുന്ന കേസ് ഉള്ളൂ. സോ ദ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഓർ നമ്പർ ഓഫ് ഗെറ്റിംഗ് 4 വൈൽ ത്രോയിങ് 1 ഡൈ, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഒരു വട്ടം എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ ഫേവറബിൾ കേസായ 4 നമ്മൾ അപ്പിയർ ചെയ്യത്തുള്ളൂ. 4 എന്ന് പറഞ്ഞ ഫേസ് അപ്പിയർ ചെയ്യത്തുള്ളൂ. Therefore here the number of favorable cases is 1. കാര്യം എന്താ? ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഒരു വട്ടമേ ഫേസ് 4 വീഴത്തുള്ളൂ. So the number of favorable cases is 1 and the number of total possible cases is 6. So the probability of getting a 4 is 1 by 6. 6 ഫേസുകളിൽ ഒരു ഫേസ് ആണ് 4. So among 6 possibilities there is only 1 possibility for getting the number or getting the phase 4. What about the second event? Getting an even number. Therefore let B is equal to getting an even number. Therefore probability of B. Here also നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ഈവൻ നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ഡൈ ത്രോ ചെയ്യുമ്പോൾ 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് കിട്ടാനുള്ള ഔട്ട്കംസ് ആയിട്ട് കിട്ടാം. അതിൽ ആ കിട്ടുന്ന ഔട്ട്കം ഈവൻ നമ്പർ ആകാനുള്ള
പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെയും നമ്മൾ ഒരു ഡൈ ത്രോ ചെയ്യുന്ന കേസ് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസ് എത്ര തന്നെയാണ്? 6 തന്നെയാണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്? ഫേവറബിൾ കേസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. ഒരു ഈവൻ നമ്പർ കിട്ടുക എന്നുള്ളതാണ്. ഈവൻ നമ്പർ കിട്ടുന്നതിൻ്റെ എണ്ണമാണെന്ത്? നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് നമ്മൾ പറയുന്നുണ്ട്. സോ ഇവിടെ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കംസിൽ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട്? ദർ ആർ 2, 4 and 6 are the even numbers, and hence the number of favorable case is 3. അല്ലേ? 2 ഒരു ഈവൻ നമ്പർ ആണ്, 4 ഒരു ഈവൻ നമ്പർ ആണ്, 6 ഈവൻ നമ്പർ ആണ്. ഈ 3 കേസുകൾ മാത്രമേ ഉള്ളൂ. 3 കേസുകൾ വന്നാൽ മാത്രമേ അതൊരു ഈവൻ നമ്പർ ഫേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ ഹിയർ ദ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ആർ 3 and the total number of possible cases are 6. So the probability of getting an even number is 3/6 or 1/2. What about the last event? The event that the number is less than 3. Getting a number less than 3 is the third event. Let's C is equal to getting a number or getting a phase less than 3. ആ കിട്ടുന്ന ഫേസുകളിൽ 3യേക്കാൾ കുറഞ്ഞ ഒരു നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്ന ഫേസ് കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഗെറ്റിംഗ് എ ഫേസ് ലെസ് ദാൻ 3. 3 എന്ന് പറയുന്ന വാല്യൂവിനേക്കാൾ കുറഞ്ഞ വാല്യൂ ഉള്ള ഒരു ഫേസ് കിട്ടാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ഔട്ട്കംസിൽ ടോട്ടൽ 6 പോസിബിൾ കേസസിൽ 3യേക്കാൾ കുറഞ്ഞ എത്ര ഫേസസേ ഉള്ളൂ? 2 ഫേസസേ ഉള്ളൂ അല്ലേ? 1 and 2. Therefore, while calculating the probability of C, here the number of favorable cases എത്രണ്ണമാണുള്ളത്? 2 favorable cases ഉള്ളൂ. That is getting a phase 1 and getting a phase 2. അല്ലേ? So in while calculating the probability of getting a number, getting a phase less than 3, here the number of favorable cases are 2. ഏതൊക്കെയാണ്? 1ഉം 2ഉം കിട്ടുന്ന കേസുകൾ അല്ലെ? 1ഉം 2ഉം ഫേസസ് ആയിട്ട് വരുന്ന കേസുകൾ. Therefore, number of favorable cases is 2 and total number of possible cases are 6. Therefore, the probability of getting a phase less than 3 is 1/3. So that's all for the third question. Let's move on to the last and the final question, fourth question. Fourth question എന്താ പറയുന്നത്? 2 unbiased dice are thrown. Find the probability that both the dice shows the same number. One die shows 5. First die shows 5. Total of the numbers of the die is 8 and total of the numbers of the die is greater than 8. അല്ലേ? എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? 2 unbiased dice are thrown. നേരത്തെ നമ്മൾ 2 കോയിൻ ടോസ് ചെയ്തതുപോലെ തന്നെ 2 ഡൈസിനെ ത്രോ ചെയ്യുന്നു. അഥവാ ആദ്യം ഒരു ഡൈ ത്രോ ചെയ്തു, രണ്ടാമതും അതേ ഡൈ ഒന്നും കൂടെ റിപ്പീറ്റ് ട്രയൽ ചെയ്യും. 2 കേസ് ഇക്വലൻ്റ് ആണ്. 2 ഡൈസ് ഒരുമിച്ച് ത്രോ ചെയ്യുന്നതും അതുപോലെ തന്നെ ആദ്യം ഒരു ഡൈ ത്രോ ചെയ്തു, പിന്നെ ഒന്നുകൂടെ അതേ സെയിം ഡൈ ത്രോ ചെയ്യുന്നതും ഇക്വലൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ഡൈസ് അങ്ങനെ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ കാണുന്ന ഇവൻസ് ഒക്കെ ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യം നമുക്ക് 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമ്പിൾ സ്പേസിനെ പറ്റിയൊന്ന് ശ്രദ്ധിക്കാം. സോ വെൻ 2 ഡൈസ് ആർ ത്രോൺ, രണ്ട് ഡൈസ് ത്രോ ചെയ്യുമ്പോൾ സാമ്പിൾ സ്പേസ് 2 ഡൈസ് ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന സാമ്പിൾ സ്പേസ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എഴുതാനായിട്ട് എളുപ്പമാർഗം എന്ന് പറയുന്നത് ജസ്റ്റ് അതിനെ ഒരു ഓർഡേർഡ് പെയർ ആയിട്ട് നമ്മൾ എഴുതുന്നു. ദാറ്റ് ഈസ് ഓർഡേർഡ് പെയർ. അപ്പോൾ 2 നമ്പേഴ്സ് കാണാം. ദ ഫസ്റ്റ് നമ്പർ റെപ്രസെൻറ്റ്സ് ദ ഫേസ് ഇൻ ദ ഫസ്റ്റ് ഡൈ ആൻഡ് ദ സെക്കൻഡ് നമ്പർ റെപ്രസെൻറ്റ്സ് ദ ഫേസ് ഇൻ ദ സെക്കൻഡ് ഡൈ. ദെർഫോർ ഇറ്റ് ക്യാൻ ബി 1 1. ഇനി ഫസ്റ്റ് ഡൈയിൽ 1ഉം ഇവിടെ സെക്കൻഡ് ഡൈയിൽ 1ഉമാണ്. എഗെയിൻ നമ്മൾ അടുത്ത് എഴുതുമ്പോൾ ഫസ്റ്റ് ഡൈയിൽ 1ഉം സെക്കൻഡ് ഡൈയിൽ 2. അതായത് ഫസ്റ്റ് ഡൈയിൽ 1 എന്ന് പറയുന്ന ഫേസ് ആണ് കിട്ടിയതെങ്കിൽ സെക്കൻഡ് ഡൈ നമ്മൾ എന്ത് ചെയ്യുന്നു? മാറ്റി മാറ്റി എഴുതുന്നു. 1 മുതൽ 6 വരെ മാറ്റി മാറ്റി എഴുതുന്നു.
അത് ഇത് എഴുതാനുള്ള എളുപ്പം, സാമ്പിൾ സ്പേസ് എഴുതാനുള്ള സിംപ്ലസ്റ്റ് വേ ആണ് ഞാൻ പറഞ്ഞത്. 6. ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഡൈയിൽ 2 ആണെങ്കിൽ സെക്കൻഡ് ഡൈയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. 2 3 2 4 2 5 2 6. അഗൈൻ ഫസ്റ്റ് ഡൈയിൽ 3 വീഴുന്ന കേസ്. Again 4. Now 5. And the last 6. First dialum 6, second dialum 6. So that's the last outcome, and that's all for the sample space when 2 dice are thrown. But total 6 into 6, 36 outcomes. First dial 6 ഫേസുകളും second dial 6 ഫേസുകൾ. 6 into 6, 36 outcomes ആണ് ആ സാമ്പിൾ സ്പേസിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് സാമ്പിൾ സ്പേസ്. Then let's move on to the first event. What is the first event? Both dice shows the same number. രണ്ട് ഡൈസും സെയിം നമ്പർ കാണിക്കാനുള്ള പ്രോബിലിറ്റി ആണ് ഇവിടെ. For the first, let A is equal to both dice shows the same number. രണ്ട് ഡൈകളും ഒരേ നമ്പർ കാണിക്കാനുള്ള, അല്ലെങ്കിൽ ഒരേ നമ്പേഴ്സ് ഒരേ ഫേസ് അപ്പിയർ ചെയ്യാനുള്ള ഇവന്റ് അപ്പിയർ ചെയ്യുക എന്നുള്ള ഇവന്റ് ആണ് എന്ത് എ എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ. അപ്പോൾ ഈ ഒരു സാമ്പിൾ സ്പേസിൽ ഈ ഒരു റാൻഡം എക്സ്പെരിമെന്റിനെ സംബന്ധിച്ച് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ്, രണ്ട് ഡൈ ത്രോ ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ഔട്ട്കംസ് ഉണ്ടാകാം? ദർ ആർ 36 outcomes, and hence the total number of possible cases is equal to 36. അതിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്കംസ് ഏത് തരത്തിലുള്ളതാണ്? both the dice shows the same number. രണ്ട് ഡൈസും സെയിം നമ്പർ കാണിക്കുന്ന രീതിയിലുള്ള ഔട്ട്കംസ് ആണ് നമുക്ക് നമ്മളുടെ ഫേവറബിൾ കേസസ് ആയിട്ട് വേണ്ടത്. സോ നമ്മുടെ ഫേവറബിൾ കേസ് ആയിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? ദേ ആർ 1 1 2 2 3 3 4 4 5 5 and 6 6. ഈ 6 ഔട്ട്കംസിൽ മാത്രമേ, ഈ 6 കേസസിൽ മാത്രമേ ഉള്ളൂ രണ്ട് ഡൈകളും സെയിം ഫേസസ് കാണിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയെങ്കിൽ ഹിയർ ദ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് എത്രണ്ണം ഉണ്ട്? ദേ ആർ 6, and the total number of possible cases are 36. Therefore the probability of both dice shows the same number are 6 by 36 or 1 by 6. What about the second question, second event? One die shows 5. So let the second event, let B is equal to 1 die shows 5. ഈ തന്നിരിക്കുന്ന ഔട്ട്കംസിൽ ഒരു ഡൈ 5 കാണിക്കുന്ന രീതിയിൽ വരുന്ന ഔട്ട്കംസിന്റെ പ്രോബിലിറ്റി എത്രയാണ് ചോദിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് ബി. ഹിയർ ഓൾസോ ദർ ആർ രണ്ട് ഡൈസുകളാണ് ഇവിടെയും ത്രോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ടോട്ടൽ പോസിബിൾ കേസ്, അവിടെ ആ ബേസിക് റാൻഡം വെച്ചിട്ട് മാറ്റമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ പോസിബിൾ കേസസ് എത്ര തന്നെ ആയിരിക്കും? ഇവിടെ 36 തന്നെ ആയിരിക്കും. ആൻഡ് വാട്ട് അബൌട്ട് എ ഫേവറബിൾ കേസ്? ഇവിടെ നമ്മുടെ എക്സ്പെക്റ്റഡ് ഔട്ട്കംസ് ഏതൊക്കെയാണ്, ഒരു ഫേവറബിൾ കേസായിട്ട് വരുന്ന ഔട്ട്കംസ് ഏതൊക്കെയാണ്? Those outcomes with the 1 die shows 5. ഒരു ഡൈ 5 എന്ന നമ്പർ, 5 എന്ന് പറഞ്ഞ ഫേസ് കാണിക്കുന്ന ഔട്ട്കംസ് ആണ് നമ്മുടെ ഫേവറബിൾ കേസ്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഔട്ട്കംസിൽ ഒരു ഡൈ മാത്രം 5 കാണിക്കുന്ന എത്ര ഔട്ട്കംസ് ഉണ്ട്? 1 5 2 5 3 5 4 5 5 5നെ സംബന്ധിച്ചാണ് രണ്ട് ഡൈസും എന്തിനാണ് 5 എന്നൊരു ഔട്ട്കം നമുക്ക് ആവശ്യമില്ല. ഹിയർ ഇസ് ഗിവൺ ദാറ്റ് 1 ഡൈ ഷോസ് 5. ഒരേ ഒരു ഡൈ മാത്രം എന്ത് കാണിച്ചാൽ മതി?
5 എന്ന് പറയുന്ന ഔട്ട്കം കാണിച്ചാൽ മതി. സോ ഇറ്റ് ഈസ് 1 5 2 5 3 5 4 5 6 5. Again 5 1 5 2 5 3 5 4 and 5 6. ടോട്ടൽ അവിടെ 5 plus 5 10 favorable cases ആണുള്ളത്. Therefore P of B, the number of favorable cases is 10 and the total number of possible cases are 36. So the probability of one die shows 5 is 10 by 36. Again, what about the third event? First die shows 5. So the third event C is equal to first die shows 5. Then we have to find probability of C, right? ആദ്യത്തെ ഡൈ 5 കാണിക്കുന്ന ഇവൻസിന്റെ പ്രോബബിലിറ്റിയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡൈ 5 കാണിക്കുന്ന എത്ര ഔട്ട്കംസ് ഇവിടെ ഉണ്ട്? 5 1 5 2 5 3 5 4 5 5 and 5. ഫസ്റ്റ് ഡൈ 5 കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഡൈ ഏത് വേണമെന്ന് നിർബന്ധമില്ല. ഫസ്റ്റ് ഡൈ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് റെപ്രസെന്റ് ദ ഫേസ് 5. സോ ഹിയർ ദർ ആർ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഏതൊക്കെയാണ്? 5 1 5 2 5 3 5 4 5 5 and 5 6. അപ്പോൾ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഏതൊക്കെയാണ്? 6 ഫേവറബിൾ ഔട്ട്കംസ് ആണ് there, whereas the total or possible number of outcomes എത്രയാണ്? 36 ആണ്. So the probability of first die shows 5 is എത്രയാണ്? 6 by 36 or 1 by 6. What about the next event? Total of the numbers of the die is 8. നമ്മൾ 2 പ്രാവശ്യം ഡൈ ത്രോ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഫേസുകളുടെ ടോട്ടൽസ്, ആ ഫേസുകളുടെ സം എടുക്കുമ്പോൾ എത്ര കിട്ടണം? 8 കിട്ടണം. അങ്ങനെയെങ്കിൽ അങ്ങനെ വരുന്ന ഇവൻസിൻ്റെ അല്ലെങ്കിൽ ഔട്ട്കംസിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ let the event D, let D is equal to total of the numbers of the die is 8. അപ്പോൾ വായിച്ച് എന്താണ്? നമുക്ക് കിട്ടുന്ന ഡൈകളുടെ ഔട്ട്കംസിൻ്റെ ടോട്ടൽ എന്തായിരിക്കണം? 8 ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഇവൻ്റായ ഡി അല്ലേ. സോ പ്രോബബിലിറ്റി ഓഫ് ഡി ഈസ് നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ കേസസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫേവറബിൾ കേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ഡൈ ത്രോ ചെയ്തപ്പോൾ രണ്ട് വാല്യൂസ് കിട്ടിക്കാണ്, 2 ഫേസ് അല്ലേ. ഈ 2 ഫേസസിൻ്റെയും കൂടെ സം എന്ത് വരണം? 8 വരണം. ആ രീതിയിലുള്ള ഔട്ട്കംസിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സാമ്പിൾ സ്പേസ് അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഒരു ഗുണം, ഇങ്ങനെ നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുക 6 6 എന്ന് പറയുന്ന ഈ ഔട്ട്കമ്മിനെ സംബന്ധിച്ച് ഇവിടെ ടോട്ടൽ ഓഫ് ദ ഫേസ് എത്രയാണ്? 12 ആണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ഡയഗണലായിട്ട് വരുന്ന എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 6 5 and 5 6. അവയുടെ സം എത്രയാണ്? 11 ആണ്. തൊട്ടടുത്ത ഡയഗണൽ ലൈനിലെ എലമെൻറ്റ്സ് ദാറ്റ് ഈസ് 6 4 5 5 and 4 6. അവ മൂന്ന് ഔട്ട്കംസ് എടുക്കുമ്പോഴും അവയുടെ ഫേസിൻ്റെ സം എത്രയാണ്? 10 ആണ്. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡയഗണൽ ലൈനിനകത്ത് വരുന്ന നമ്പേഴ്സ് ദാറ്റ് ഈസ് 6 3 5 4 4 5 and 3 6. അവയുടെ എല്ലാം ഫേസിൻ്റെ സം എത്രയാണ്? 9 ആണ്. തൊട്ട് മുകളിലുള്ള ഡയഗണൽ എലമെൻറ്റ്സ് ദാറ്റ് ഈസ് 6 2 5 3 4 4 3 5 and 2 6. ഇത്രയും എലമെൻറ്റുകൾ ആ ഒരു ഡയഗണൽ പൊസിഷനിൽ വരുന്ന എലമെൻസിൻ്റെ എല്ലാം തന്നെ ഫേസുകളുടെ സം എടുത്ത് നമുക്ക് എന്ത് കിട്ടും? ഇറ്റ് ബിക്കംസ് 8. സോ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ദ നമ്പേഴ്സ് ഓഫ് ദ ഡൈ ഈസ് 8. അപ്പോൾ ഏതൊക്കെ ഔട്ട്കംസിലാണോ എന്ത് വരുന്നത്? ടോട്ടൽ ഓഫ് ദ നമ്പേഴ്സ് ഓഫ് ദ ഡൈ 8 വരുന്നത്, ആ 8 വരുന്ന നമ്പേഴ്സിൻ്റെ ഔട്ട്കംസിൻ്റെ പ്രോബബിലിറ്റിയാണ് വേണ്ടത്. Therefore probability of D is here the number of favorable cases. Favorable case എത്രണ്ണമാണ് ഉള്ളത്?
total of the numbers of the die is 8. 8 വരുന്ന എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. So here the number of favorable cases are 5 and the number of possible cases are 36. Hence the probability of total of the numbers of the die is 8 is 5/36. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടോട്ടൽ ഓഫ് ദ നമ്പേഴ്സ് ഓഫ് ദ ഡൈ ഈസ് ഗ്രേറ്റർ ദാൻ 8. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ അടുത്ത് എഴുതാൻ എളുപ്പമാണ്. ഈസ് ഗ്രേറ്റർ ദാൻ 8. ഞാൻ പറഞ്ഞ ഓർഡർ അനുസരിച്ചാണെങ്കിൽ ഫസ്റ്റ് ഡയഗണലിൻ്റെ സം എത്രയാണ്? നമ്പേഴ്സിൻ്റെ ഔട്ട്കംസിൻ്റെ സമ്മ് 12 ആണ്. സെക്കൻഡ് ഡയഗണലിലുള്ള ഔട്ട്കംസിൻ്റെ നമ്പേഴ്സിൻ്റെ സം എത്രയാണ്? 11 ആണ്. തേർഡ് ഡയഗണലിലുള്ള ഔട്ട്കംസിൻ്റെ നമ്പേഴ്സിൻ്റെ സം എത്രയാണ്? 10 ആണ്. ഫോർത്ത് ഡയഗണലിൽ വരുമ്പോഴത്തേക്ക് ഇറ്റ് ബിക്കം 9, ദെൻ 8. തൊട്ട് മുകളിലുള്ള ഡയഗണലിൽ എത്രയായിരിക്കും? 7, 6 അങ്ങനെ കുറഞ്ഞു പോയി ഇവിടെ വരെ വരും. ഇവിടുത്തെ ഏറ്റവും ഫസ്റ്റ് എലമെൻ്റ് ആയ ഫസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡയഗണലിൽ ഉൾപ്പെടുന്ന ഔട്ട്കമിൻ്റെ സം എത്ര ആയിരിക്കും? 2 ആയിരിക്കും. സോ ഈ തന്നിരിക്കുന്ന സാമ്പിൾ സ്പേസ് നമ്മൾ ഡയഗണൽ ആയിട്ടുള്ള ലൈൻസ് വരെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഔട്ട്കംസിൻ്റെ സമ്മ് 2 മുതൽ 12 വരെ വേരി ചെയ്യാം അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? total of the numbers of the die is greater than 8 എന്നുള്ളതാണ് നമ്മളുടെ ഇവൻ്റെ എന്ന് പറയുന്നത്. therefore ഇവിടെ ഈവൻ നമ്മളുടെ 8 എന്ന് പറയുന്ന സംഖ്യ സമ്മായിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്കംസിൻ്റെ ഡയഗണലാണ് വരച്ചത്. അപ്പോൾ അതിൻ്റെ ഡയഗണലിൻ്റെ താഴേക്ക് വരുന്ന എല്ലാ എലമെൻസിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ഔട്ട്കംസിൻ്റെയും ഫേസുകളുടെ സം എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 8 ആയിരിക്കും. സോ ഇവിടെ നമ്മുടെ ഫേവറബിൾ കേസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഔട്ട്കംസ് ഏതൊക്കെയായിരിക്കും? ഈ വരച്ചിരിക്കുന്ന ഡയഗണൽ എലമെൻസിൻ്റെ താഴേക്കുള്ള എലമെൻറ്റ്സ്. ദാറ്റ് ഈസ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ആ 10 എലമെൻറ്റ്സ് ആയിരിക്കും നമ്മളുടെ ഇവിടുത്തെ ഫേവറബിൾ കേസായിട്ട് വരും. Therefore probability of E is 10 by the possible case is 36. Therefore probability of total of the numbers of the die is greater than 8 is 10/36. So ഇന്ന് നമ്മൾ ഇവിടെ 4 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ 4 പ്രോബ്ലംസും എനിക്ക് ലെക്ചർ നോട്ട്സ് ആയിട്ട് അതെനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. എല്ലാം നമ്മൾ ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ഉപയോഗിച്ച് ചെയ്ത സാമ്പിൾ പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ലെക്ചർ നോട്ട്സ് ആയിട്ട് എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.